ഹലോ ചങ്ങായിമാരെ, ഇന്ന് നമ്മൾ വീടിൻ്റെ സിറ്റൗട്ടിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലെ പോളികാർബണേറ്റ് ഷീറ്റ് ഇടുന്ന വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ നമുക്ക് വർക്ക് ചെയ്യേണ്ട ഏരിയ ഇതാണ്. വീടിൻ്റെ രണ്ട് സൈഡിൽ, സിറ്റൗട്ടിൻ്റെ രണ്ട് സൈഡിലും ഷീറ്റ് ചെയ്യാനുള്ളത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഫ്രെയിം പുറത്ത് വെച്ചിട്ടാക്കിയിട്ട് കടന്ന് സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രെയിം 4 അടിയുടെ ഷീറ്റാണ് ഇടുന്നത്. അപ്പോൾ 4 അടിയുടെ ഷീറ്റ് ഇടാൻ വേണ്ടിയിട്ട് ഉള്ള ഫ്രെയിമാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് 1.25 പൈപ്പിലാണ് നമ്മൾ ഫ്രെയിം ആക്കുന്നത്. 1.25 പൈപ്പ് ഫുൾ നീളത്തിൽ വെക്കുന്നു. പിന്നെ ഇടയ്ക്ക് 2 ക്രോസും, കാരണം പരമാവധി അടുത്ത് പോയിക്കോട്ടെ എന്നുള്ള ഇത്. കാരണം പൊളിക്കാറണല്ലേ, ചൂടാകുമ്പോൾ എന്തായാലും ബെൻഡാവും, ബൾജാകുന്ന പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ സൈഡ് തുളച്ച് എക്സ്പാൻഷൻ ബോൾട്ട് അടിച്ചിട്ട് അതിൽ പട്ട തൂക്കിയിട്ട്, ആംഗിൾ ബോൾട്ട് പട്ട തൂക്കിയിട്ട് അതിൽ ഫ്രെയിം വെൽഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 2 സൈഡ് നമുക്ക് ചെയ്യാണ്ട്, ആദ്യം ഫ്രണ്ട് വശത്തെ ഫ്രെയിം പിടിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് സൈഡ് വശത്ത്, ഫ്രണ്ട് വശത്ത് ഏകദേശം ഒരു 20 അടി ലെങ്തോളം വരുന്നുണ്ട്. സൈഡിലൊരു 6 അടി ലെങ്തേ വരുന്നുള്ളൂ. അപ്പോൾ 6 അടി ലെങ്തും പിന്നെ 2 സൈഡ് പിടിപ്പിച്ച് കഴിയുമ്പോൾ പിന്നെ കോണ് 2 സൈഡിലോട്ടും വരുന്നുണ്ട്. അപ്പോൾ 2 സൈഡിൽ ഫ്രെയിം ആദ്യം തന്നെ സെറ്റ് ചെയ്തിട്ട് കോർണർ പൈപ്പ് ആടെ വെച്ചിട്ട് അടിക്കുക ചെയ്യുന്നത്. നിലത്തുനിന്നെല്ലാം കൂടി ഒന്നിച്ച് കയറ്റി വെക്കൽ ഇച്ചിരി റിസ്ക് ആയതുകൊണ്ട് പിന്നെ അത് അവിടെ വെച്ചിട്ട് ഫിറ്റാക്കുകയാണ് ചെയ്യുന്നത്. കോണെല്ലാം മുറിച്ച് സെറ്റാക്കുകയാണ് ചെയ്തത്. പൈപ്പെല്ലാം അവിടെ മുറിച്ച് ഫിറ്റാക്കി കഴിഞ്ഞപ്പോൾ അതിൻ്റെ വെൽഡിങ് എല്ലാം ഫുള്ള് ചെയ്യാണ്ട്, ഫുൾ വെൽഡിങ് എല്ലാം തീർത്ത് ചെയ്യുകയാണ് ആദ്യം തന്നെ ചെയ്യുന്നത്. അതിൻ്റെ വെൽഡിങ് എല്ലാം നമ്മൾ ഏകദേശം തീർന്നിട്ടുണ്ട്. വെൽഡിങ് തീർത്ത് പൈപ്പെല്ലാം ഗ്രൈൻഡ് ചെയ്ത് സെറ്റാക്കി റെഡിയാക്കണം. ഗ്രൈൻഡ് ചെയ്തെല്ലാം റെഡിയാക്കിയിട്ട്, കാരണം ഒരു ചെറിയ ഇതുണ്ടെങ്കിലും ഷീറ്റ് മുറിയും, കാരണം ഇതല്ലേ പോളികാർബണേറ്റ് ഷീറ്റല്ലേ. അപ്പോൾ അതെല്ലാം ചെയ്ത് പെയിൻ്റെല്ലാം അടിച്ച് സെറ്റാക്കി വെക്കുകയാണ് ആദ്യം തന്നെ ഫ്രെയിം ചെയ്തതിന്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ലോട്ടസിൻ്റെ ഷീറ്റാണ് വാങ്ങിയിട്ടുള്ളത്. പിന്നെ റെയിൻ ഡ്രോപ്സ് ഗ്രേ കളർ ഷീറ്റാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഷീറ്റെല്ലാം വാങ്ങിക്കൊണ്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷീറ്റ് മുറിച്ചിട്ട് ആണ് നമ്മൾ മേലോട്ട് കയറ്റുന്നത്. ഷീറ്റ് മേലോട്ട് കയറ്റി സ്ക്രൂവെല്ലാം അടിച്ചിട്ട് നമ്മൾ അതിൻ്റെ മേലെയുള്ള പ്ലാസ്റ്റിക് കോട്ടിങ് പൊളിക്കണമായിരുന്നു. അത് പൊളിച്ചിട്ടാണ് നമ്മൾ ഫുള്ള് സ്ക്രൂവെല്ലാം അടിക്കൽ. പിന്നെ അത്, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വർക്ക്. അപ്പോൾ പോളികാർബൺ ഷീറ്റ് ഇടുന്നത് ഗ്ലാസ് ഇടുന്നതിനെക്കാട്ടും ചിലവ് കുറവാണ്, അതുകൊണ്ടുള്ള ഗുണമേ ഉള്ളൂ. പിന്നെ ഈ പോളികാർബൺ ഷീറ്റിൽ പായലൊക്കെ എന്തായാലും പിടിക്കും, അതുകൊണ്ട് തന്നെ വൈറ്റ് ക്ലിയർ ഇടാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇച്ചിരി ലൈറ്റ് എന്തെങ്കിലും ഷെയ്ഡുള്ള കളർ ഇടുവാണെങ്കിൽ വലിയ കുഴപ്പമില്ലാതിരിക്കും, പെട്ടെന്ന് മനസ്സിലാവില്ല. പായൽ പിടിക്കില്ല എന്നെല്ലാം കമ്പനിക്കാർ പറയും. അന്ന് നമ്മളത്ര ഇതാക്കണ്ട, പായലെന്തായാലും പിടിക്കും. അതുപോലെ തന്നെ പോളികാർബൺ ഷീറ്റ് പിന്നെ ഡാമേജ് വരാനുള്ള സാധ്യതകളുമുണ്ട്. ഇതിനൊന്നും അത്ര ഗ്യാരണ്ടി ഒന്നും കൊടുക്കാൻ പറ്റില്ല, കാരണം ഇത് ഫൈബർ പോലത്തെ ഒരു മെറ്റീരിയലാണ്. എന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ പൊട്ടും, കാണാനുള്ള ലുക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ഒന്നും വീഴാനൊന്നും ഇല്ലാത്ത സ്ഥലത്ത് കുഴപ്പമൊന്നുമില്ല, അപ്പോൾ നല്ല ഇതായിട്ട് റെഡിയായിട്ടിരിക്കും. ഒന്നും വീഴുന്നുള്ള സ്ഥലത്ത് ഇടാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാണാൻ നല്ല വൃത്തിയുണ്ട്, അതുകൊണ്ട് ചെയ്ത് കഴിയുമ്പോൾ വിഷയമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള വർക്കുകൾക്ക് വേണ്ടി നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. നമ്മൾ കണ്ണൂർ ജില്ലയിലാണ്. അതുപോലെ തന്നെ നമ്മളെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മളെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.